ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ട്? ഓക്കെ, എനിക്ക് എല്ലാവരും അയച്ചിട്ടുണ്ടോ? ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർ? അയച്ചിട്ടുണ്ട് സാർ. ഓക്കെ, എല്ലാവരും അയച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അയച്ചിട്ടില്ല. ഓക്കെ, ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നിങ്ങളെല്ലാവരും ആ ഒരു ഇത് ഗ്രൂപ്പിലൊന്നും ഇടാവോ ചെയ്ത് വെച്ചത്? ഓക്കെ. ഓക്കെ, ഹന്ന ഇട്ടു, അഫ്ര, സഹീർ, ഷാദിയ, സാബിറ. ഓക്കെ, ഇത്ര ആൾക്കാരാണോ ഉള്ളത്? നിഷാന ഇട്ടോ? നിഷാന ഗ്രൂപ്പിലിട്ടോ? ഓക്കെ, ഇത്രയാണ് വന്നിട്ടുള്ളത് അല്ലേ? സോ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ലൈക്കായത്? സോ അതിൽ നിങ്ങൾക്ക് ഏതാണ് ലൈക്കായത്? ഏത് ഇഷ്ടമായത് നിങ്ങൾക്ക് പറയൂ. നിങ്ങൾ കൺഫ്യൂഷൻ ആയിട്ടാണുള്ളത്. ഓക്കെ, ബാക്കിയുള്ളവർ എല്ലാവരും കൺഫ്യൂഷനാ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സാർ, എനിക്ക് ക്ലാസ് നല്ലോണം കേൾക്കാൻ പറ്റില്ല. ആടാ, ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ലാസ്റ്റ് ഗ്രൂപ്പിലിട്ട ഫോട്ടോ ആരിട്ടതാ? ഓക്കെ, നിഷാന ഇട്ട ഓർണമെൻറ്റിക്കാന്ന് പറയുന്നത്. ഓക്കെ, ജ്വല്ലറീസ് ബ്യൂട്ടീസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ജ്വല്ലേഴ്സ് ബ്യൂട്ടി. നെക്സ്റ്റ്, ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവർക്ക് ഏതാ ലൈക്കായ പറയൂ. നമുക്ക് ബാക്കി ചെയ്യാനുണ്ടേ, അപ്പം നിങ്ങളിത് പറയണം, സ്പീഡാക്കി പറ. വേറെ ഏതാ? ഫസ്റ്റ് വണ്ണും കൊള്ളാം. ഓക്കെ, പിന്നെ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യാം? പറയൂ, നിങ്ങളാണ് പറയേണ്ടത്. ഇതിലേതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? പറഞ്ഞോ, ഏതായിരിക്കും? സാബിറ ഏതായിരിക്കും ചൂസ് ചെയ്യുക? അല്ലെങ്കിൽ ഞാൻ ഒരു ടാസ്ക് കൂടി നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടോ? ടൈം വേണോ നിങ്ങൾക്ക്? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് നാളെയും കൂടി ഞാൻ നിങ്ങൾക്ക് സമയം തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നാളെ ഇതിൻ്റെ ബാക്കി കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തിട്ട്
നിങ്ങൾക്ക് ഫിനിഷായി, നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിലിടാം. ഇപ്പം നിലവിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു തൃപ്തി ഇല്ല എന്നുള്ള ലെവലിൽ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പം എന്ത് ചെയ്യുക, ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചേഞ്ചസ് അതിൽ വരുത്തണം. ഇപ്പം നിങ്ങൾ ഒരാൾക്കാരുടെ മാത്രമല്ല, ഒരു 3-4 ആൾക്കാരുടെ എന്ത് കണ്ടിട്ടുണ്ട്, സ്റ്റൈൽ നിങ്ങൾ കണ്ടിട്ട്. അപ്പം ഇതിലും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങളുടെ യുണീക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെയ്ത് നോക്കുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. സോ ഐ തിങ്ക് നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ക്യാൻവനെ പറ്റിയിട്ടാണല്ലേ? ഓക്കെ. ക്യാൻവയിൽ നമ്മൾ ലോഗോ ക്രിയേഷനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായത് അല്ലേ? ഓക്കെ. സോ ഐ തിങ്ക് ഇന്ന് നമ്മൾ ക്യാൻവ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേറൊരു ചെറിയൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ. നിങ്ങളുടെ കുറച്ച് ടാസ്കുകളാണ് ഞാൻ തരാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മേക്ക് ചെയ്യേണ്ടത്, ഈ സാധനങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആരാ? നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരായിരിക്കും? ഗേൾസിനെയാണ് ടാർഗറ്റ് ചെയ്യാൻ കരുതിയിട്ടുള്ളത്. ഗേൾസിനെയാണ് ടാർഗറ്റ് ചെയ്യാൻ കരുതിയിട്ടുള്ളത്. ഓക്കെ. വൈ ഗേൾസ് മാത്രം എന്തുകൊണ്ടാണ് നിഷാന ചൂസ് ചെയ്തത്? ഇപ്പം ഐ തിങ്ക് ഞാനൊരു ബോയ് ആണ്. അപ്പം എനിക്ക് ഗിഫ്റ്റേഴ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഹാമ്പേഴ്സ് വേണം. അപ്പം ഞാൻ നിഷാൻ്റെ ഓഡിയൻസ് ആയിട്ട് വരൂലേ? ഓക്കെ. ഇതല്ല ജ്വല്ലേഴ്സിൻ്റെ അല്ല, കോമൺ നിങ്ങളുടെ പ്രൊഡക്റ്റാണ് ചോദിക്കുന്നത്. ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ള ആർക്കും? ഓക്കെ. ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ. ഗിഫ്റ്റ്, ഐ തിങ്ക് ഗിഫ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു വെഡ്ഡിങ്ങിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. വെഡ്ഡിങ്ങിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെന്താ വേറെ എന്തിനൊക്കെ ഗിഫ്റ്റ്, ആനിവേഴ്സറിക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ബർത്ത്ഡേക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ വേറെ എന്തൊക്കെയുണ്ട്? അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ. അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും? ഓക്കെ. സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഗിഫ്റ്റിൻ്റെ കേസിലാണെങ്കിൽ മെയിൻലി എന്താണ്, വെഡ്ഡിങ്, ആനിവേഴ്സറി, ബർത്ത്ഡേ, പിന്നെന്താണ് എൻഗേജ്മെൻറ്റ്, പുതിയതായിട്ട് റിലേഷനായ കുട്ടികൾ, പിന്നെ അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ. ഇങ്ങനെ ഈ ഒരു ക്രൈറ്റീരിയയിലാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗിഫ്റ്റേഴ്സ് കൊടുക്കുക അല്ലേ? നേരെ മറിച്ച് ഹാമ്പേഴ്സും അതേപോലെ ബൊട്ടീക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഐ മീൻ ബൊക്കറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതിലായിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുക? ആരായിരിക്കും നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്? ആരായിരിക്കും? വെഡ്ഡിങ്ങിന്. ഓക്കെ. വെഡ്ഡിങ്, എൻഗേജ്മെൻറ്റ്, നിക്കാഹ് അല്ലേ? ഇതിനായിരിക്കും മോസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്രൈറ്റീരിയയിൽ ഉണ്ടാവുക. ഇനി നമ്മളൊരു കേക്ക് ഷോപ്പാണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുക? ഒരു ഹോം ബേക്കറാണ് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും, എന്തൊക്കെയായിരിക്കും, ആരൊക്കെയായിരിക്കും നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്? ബർത്ത്ഡേക്ക് കേക്ക് കൊടുക്കലുണ്ട്, വെഡ്ഡിങ്ങിന് കൊടുക്കലുണ്ട്, ആനിവേഴ്സറി കൊടുക്കലുണ്ട്, ഓക്കെ. 10th +2 ഗ്രാജുവേഷനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ
ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ട്രെൻഡ് കൂടെ വന്നിട്ടുണ്ട്. എന്താ? ഓക്കെ, മാം ടു ബി, ബ്രൈഡ് ടു ബി, ഇതിനൊക്കെ കേക്ക് കൊടുക്കാനും. പിന്നെ ബ്രേക്കപ്പ് ആയാലും ഇപ്പം കേക്ക് മുറിക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? ഐ തിങ്ക് എന്താണ് ഇപ്പം വരെ അങ്ങനെ ഒരു ട്രെൻഡ് വരെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതിലടക്കം നമ്മുടെ ബിസിനസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മളൊരു ബിസിനസ് ആണെങ്കിൽ നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. സെലക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കസ്റ്റമേഴ്സിന് കിട്ടൂല. നമ്മൾ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ ഒരു 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മൾ ചൂസ് ചെയ്തത്. നമുക്ക് ബിസിനസ് ഉണ്ടാവും? ഇല്ല. നമുക്ക് വേണ്ട ആൾക്കാരെന്ന് പറയുന്നത് ഈ ഒരു ഏജ് ക്രൈറ്റീരിയ ആണ്. അതായത് ഒരു 10 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 12 വയസ്സ് മുതൽ മുകളിലേക്കുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഏജ് ക്രൈറ്റീരിയ. സോ ഇതിന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പറയുന്ന ഒരു ടേമാണ്, നമ്മുടെ ഓഡിയൻസിന് പറയുന്ന പേരാണ് ബയർ പേഴ്സോണ എന്നാണ് പറയാം. അഥവാ നമ്മുടെ ഓഡിയൻസ് ആരാണോ അവരെ നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്ത് അഥവാ കണ്ടുപിടിച്ച് അതിനെന്താണ് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് എന്ത് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതിലൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? നമ്മൾ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സിൽ എന്തുണ്ടാവും? ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടാസ്കുകൾ നിങ്ങൾക്ക് വരും. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് ആരാണോ അവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ടാർഗറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതൊക്കെ വിടുക, അതൊരു ഓപ്ഷനായിട്ട് അങ്ങ് പോട്ടെ. നമുക്ക് ഏറ്റവും കൂടുതൽ അഥവാ ഒരു ബേക്കിംഗ് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ മെഹന്തി ഡിസൈൻ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നിങ്ങളുടെ സ്കില്ലായിക്കോട്ടെ, അതല്ല നിങ്ങൾക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണ്? ഐ തിങ്ക് ഓരോരുത്തരായിട്ട് പറയുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങളില്ലാതെ ഒരിക്കലും നിങ്ങൾക്കിത് നടക്കൂല. അഥവാ നിങ്ങൾ ഈ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ്? ജനറലായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. മനസ്സിലായില്ല? ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്, അതോടൊപ്പം ഞാനൊരു ട്രെയിനറാണ്. അപ്പം എനിക്ക് ബേസിക്കായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? നിർബന്ധമായിട്ടും എനിക്ക് ഒന്ന് നോളജ് വേണം, അതേപോലെ എനിക്ക് ക്ഷമ വേണം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു നല്ലൊരു ലിസണർ ആവണം. ഞാനിപ്പം നിങ്ങളെ കേട്ടിരിക്കണം, എങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തമായും കൃത്യമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾ എന്താണോ പറയുന്നത് അതിനെ മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ തന്ന് ഇങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നല്ലൊരു എന്ത് ചെയ്യണം? ലിസണർ ആയിട്ടുണ്ടാവണം. പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ക്ലാസ് എടുക്കുന്നതാണെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള എക്യുപ്മെൻറ്റ്സ് വേണം. മനസ്സിലായോ? അപ്പം ഇതുപോലെ നിങ്ങൾ ക്രാഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കില്ലുകൾ, എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? കത്രിക. ഓക്കെ, ഫസ്റ്റ് വൺ കത്രികയാണ്. കത്രിക ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, എന്നെ പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ ഓക്കെ, ഗമ്മ് വേണം. അതേപോലെ നെക്സ്റ്റ് സെല്ലോ ടാപ്സ് വേണം. പിന്നെ ഡബിൾ സൈഡ് ടാപ്പ് വേണം. റിബൺസ് വേണം. ക്രിയേറ്റിവിറ്റി വേണം. ക്ഷമ വേണം. ടൈം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള ഒരു സ്കില്ല് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിർബന്ധമായിട്ട് വേണം. വേറെ എന്തെങ്കിലും? ഒരു കളർ കോമ്പിനേഷൻ വേണം.
വേറെന്താ? പിന്നെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മള് അദ്ദേഹത്തോട് മാന്യമായിട്ടൊരു സംസാരം. ഓക്കെ, ഒരു കസ്റ്റമർ വന്നാൽ അദ്ദേഹത്തോടുള്ള മാന്യമായ സംസാരം. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ അല്ലേ? അപ്പം നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലേ? ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള അഥവാ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു? നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഈ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പം പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുറേയെന്ന് വെച്ചാൽ കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പം അതേപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നേരിട്ട് ഇപ്പം ചില കസ്റ്റമർ നിങ്ങൾ ഫോണ് ഓർഡേഴ്സ് തന്നാൽ ചിലപ്പം നിങ്ങൾ പൈസ തരണമെന്നില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് നിമിഷം നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. എന്നിട്ടോ? ക്യാഷ് ഇപ്പോഴും കിട്ടിയില്ല. അത് എന്തായി? അതിലേ പോയല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രൊഫഷൻ ആൾക്കാർ മുതലെടുക്കാൻ നിൽക്കുന്നുണ്ടല്ലേ? അതേപോലെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്ട്രാ ആയിട്ട് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങള് അങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലേ? നിങ്ങളെല്ലാം വല്ല ഭാഗ്യമാറാ. ഞാൻ ഇതിന് മുമ്പത്തെ ആൾക്കാരൊക്കെ ചോദിച്ച സമയത്ത് ഇല്ല പൈസയും കൂടി കുറച്ചിട്ടാണ് നിന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, എല്ലാ രീതിയിലുള്ള ആൾക്കാരുണ്ടല്ലേ? ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കുന്ന ലെവലല്ല എന്ത് ചെയ്യുന്നത്, പോകുന്നത്. നിങ്ങളുടെ ഇത് പാഷനാണോ അല്ല നിങ്ങൾക്കിത് സൈഡാണോ? പാഷനാണോ അല്ലേ? എത്ര ആൾക്കാർക്ക് ഇതിൽ പാഷൻ ഉണ്ട്? എല്ലാവർക്കും പാഷനാണോ? പാഷൻ. ഇനി ആ പാഷൻ പറഞ്ഞ ആൾക്കാർ ഒരു കാര്യം ചെയ്യും, പാഷന്റെ മീനിങ് എന്താ ശരിക്കും? മീനിങ് സ്പെല്ലിംഗ് അല്ലടാ. പാഷന്റെ മീനിങ് പറ. ചുരുക്കി പറഞ്ഞാല് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈം നോക്കൂല. നമുക്ക് ബോറിങ് തോന്നില്ല. പിന്നെ ഒരു ഓർഡർ നമുക്കൊരു ക്ഷമ വരും. ഓക്കെ, അങ്ങനെ എല്ലായ്പ്പോഴും ക്ഷമ കിട്ടലുണ്ടോ? എനിക്ക് പേഴ്സണലി കിട്ടാറുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർക്കോ? കിട്ടാറുണ്ട്. ഓക്കെ ഓക്കെ, സോ നിങ്ങളൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളിപ്പം പറഞ്ഞ ക്ഷമയുണ്ടല്ലോ, ഈ ക്ഷമനയ്ക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കിടിലനായിട്ട് നിങ്ങളൊരു അനുഭവം എഴുതുക. എന്തനുഭവം? നിങ്ങളെ ഈ ഒരു എന്തുകൊണ്ട് നിങ്ങൾ ക്രാഫ്റ്റിംഗ് ചൂസ് ചെയ്തു എന്ന് നിങ്ങൾ പറയാം. പറയോ? പറയാനല്ലടാ, നിങ്ങൾ ആദ്യം എഴുത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ പറയാം. ഹായ്, എൻ്റെ പേര് ഹന്ന എന്നാണ്, എൻ്റെ സ്ഥലം ഇന്ന ലൊക്കേഷനിലാണ്, ഞാൻ ഒരു ക്രാഫ്റ്ററാണ്. അപ്പം എൻ്റെ പഠനത്തോടൊപ്പം ഞാൻ കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് പോലെയാണ് ഞാൻ ഈ ക്രാഫ്റ്റിനെ കാണുന്നത്. ഞാൻ എത്തിപ്പെട്ടത് ഇന്നതാണ്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ പറ്റിയിട്ടൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നാളേക്ക് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇത്
ഒരു പാഷനായ ആൾക്കാർ ഇത് എഴുതില്ലയോ? എഴുതും. അപ്പം നിങ്ങൾ നാളെ ആരെങ്കിലും എഴുതിയില്ലെങ്കിൽ ഞാൻ ബാക്കി എന്തിനും പറഞ്ഞുതരാം. ഓക്കെ? അപ്പം അപ്പം നിങ്ങളുടെ പാഷനാണ് നിങ്ങൾ പറഞ്ഞ ഈ ഒരു ക്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷനായിട്ടാണ് എന്തും കാണേണ്ടത് ഈ ഒരു ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള എക്സ്പെരിമെൻറ്റും ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണ് അവരെ നിങ്ങൾ മനസ്സിലാക്കി അവരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ഒരു പാഷനെ നിങ്ങൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ പേജ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾ ഓരോരുത്തരെയും പേജ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. വൈ? എന്തുകൊണ്ട് ഹന്ന? ഇൻസ്റ്റാഗ്രാമോട് ഒരു ഓർഡർ കിട്ടിയിട്ടില്ല. ജസ്റ്റ് വ്യൂസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് വ്യൂസ് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം വഴിയൊന്നും ഓർഡേഴ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പം നിലവിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, ചിലപ്പോൾ ഒരു 300-400 ഫോളോവേഴ്സും ഉണ്ടാവും അല്ലേ? പക്ഷേ ഈ 300-400 ഫോളോവേഴ്സ് ഇല്ല നിങ്ങൾ ചിലപ്പോൾ എന്തുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടേക്കും ആൾക്കാരെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ എന്തിനാ അവരൊക്കെ ഫോളോ ചെയ്യുന്നത്? അവരെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ തിരിച്ചു ചെയ്യൂ. നിങ്ങളെ ആവശ്യക്കാരാണെന്നില്ല 10 ആൾക്കാർ നിങ്ങൾ ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ ഫോളോവേഴ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബാക്കിയുള്ള ആൾക്കാരും കൂടി നിങ്ങളെ തേടി വരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, ഈ ആൾക്കാരെ കണക്ഷൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അങ്ങനെ കണക്ഷൻസ് കൂട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഓക്കെ, അഫ്ര പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോരുത്തരായിട്ട് എഴുതി വെക്കാം നാളെ കേട്ടോ. ഓക്കെ, ഇന്നല്ലേ നാളേക്കാണ്. നിങ്ങളെ എന്നോടിപ്പം പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ്, നമ്മുടെ കസ്റ്റമേഴ്സിനാ ഇൻസ്റ്റഗ്രാമിലും മറ്റ് പ്ലാറ്റ്ഫോംസിലും നമ്മൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിച്ചു. അപ്പം നിങ്ങളുടെ കയ്യിൽ കുറേ ആൻസേഴ്സ് ഉണ്ട്. അത് എന്ത് ചെയ്യുക, നിങ്ങൾ നാളേക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യുക, എനിക്ക് സബ്മിറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ടല്ലേ, ആ ടാർഗറ്റഡ് ഓഡിയൻസിന്റെ ഒരു ലിസ്റ്റും കൂടി നിങ്ങൾ എഴുതുക. ആരൊക്കെ ആയിരിക്കും, ഇപ്പം എന്ത് പേരെഴുതി, ഇപ്പം ഹന്ന ക്രാഫ്റ്റ് എന്നാണെങ്കിൽ ഹന്ന ക്രാഫ്റ്റ് എന്ന് എഴുതിയിട്ട് ആരൊക്കെ ആയിരിക്കും ടാർഗറ്റഡ് ഓഡിയൻസ്, എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള ആൾക്കാരായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ ലോഗോയും കൂടി എന്ത് ചെയ്യുക, ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ റീവർക്ക് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? നോ അല്ലേ? ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ആൻസർ ചെയ്യോ? പറയോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ചോദിക്കുമോ? ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ആൻസർ ചെയ്യോ? ഓക്കെ. നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്.
ഇങ്ങനെ ഞാൻ പറഞ്ഞേ, ആർക്കെങ്കിലും അറിയോ? ഞാൻ നിങ്ങളോട് അതേപോലെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് അക്കൗണ്ടാന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞേ? ഇല്ല അല്ലേ? ഒന്നുമില്ലടാ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നോക്കിയതാ, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സിൽ ഇനി എടുക്കാൻ പോകുന്ന സെക്ഷൻസ് നാളെ നമ്മൾ ക്യാൻവയുടെ ഡീറ്റെയിലിംഗ് ആണ് പോവുക. ഓക്കെ, നാളെ ചിലപ്പം നിങ്ങൾക്ക് പ്രൊജക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ടാസ്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് തീർക്കുക. ഇപ്പം നിലവിൽ ഇതിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇനിയും അങ്ങോട്ടേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് തീർക്കണം. അപ്പം നിങ്ങൾ നാളെ ഇതിനൊക്കെ ആൻസർ കണ്ടുപിടിച്ചിട്ട് വരണം. അതിൻ്റെ കൂടെ നിങ്ങളോട് ചോദിക്കാനുള്ളത് വെച്ചാൽ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇനി പുതിയതായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും? അഥവാ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ പോസ്റ്റിൽ ഞാൻ കുറച്ചും കൂടി എൻ്റെ കസ്റ്റമേഴ്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആഡ് ഓൺ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഞാൻ അപ്പം പറയുന്നത്, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് ഞാൻ ഒരു പഴയ 2 കടയൊക്കെ കാണിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ള സമയത്തും അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്ന സമയത്തുള്ള 2 വ്യത്യാസങ്ങൾ ഞാൻ അവിടെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിനൊരു ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ തിങ്ക് ചെയ്തിട്ട് ആൾക്കാരെ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റീലിട്ടു അതിൽ. അതൊന്ന്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഗ്രോ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇന്നോവേറ്റീവായിട്ട് ഈ റീലിയുടെ ഇതൊന്നുമല്ല, പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നല്ലോണം ആലോചിക്കുന്നില്ല? ഇപ്പം തല ഇങ്ങനെ പെരുക്കുന്നില്ലേ ഞാൻ ചോദിക്കുന്ന സമയത്ത്? ആ, ഇതേപോലെ കുറേ സാധനങ്ങൾ വരും. അപ്പം അതും കൂടി ഒന്ന് മനസ്സിലാക്കി, അതും കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, ഇനി പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വന്നു. ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുക? ഞാനിപ്പം പറയാണ്, ഓക്കെ, ഞാൻ ഓരോരുത്തരായിട്ടും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, അവർ ഓരോരുത്തരായിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് നിഷാനോടാണ്. ഹലോ, ഇത് ക്രാഫ്റ്റ് ഇതൊക്കെ ചെയ്യുന്ന നിഷാനാണോ? ഓക്കെ, ക്രാഫ്റ്റ് ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണല്ലേ? ഓക്കെ, എനിക്കൊരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, ഒരു കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ആദ്യം നമുക്ക് ഇങ്ങനത്തെ തീമുകളാണ് ഇഷ്ടപ്പെടുന്നത് നോക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ കുറച്ച് മോഡൽസ് ആണ് സെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതൊരു സെലക്ട് ചെയ്യുക, നമ്മളതിന്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ അവരുടെ നിക്കാഹിന്റെ വെച്ചാൽ അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മള് ഇതാക്കും. പിന്നെ ഒരു എന്താ പറയാ, കുറച്ച് പേയ്മെന്റ് നമ്മള് നേരത്തെ മേടിച്ചു വെക്കും. കുറച്ച് പേയ്മെന്റ് നേരത്തെ വാങ്ങിട്ട് വെക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്കിപ്പം നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ഡിമാൻഡ്? റീഫണ്ട് ഉണ്ടായിരിക്കില്ല. ഓക്കെ, റീഫണ്ട് ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ചെയ്ത സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ആദ്യം ഞാൻ ചെയ്ത വർക്ക് ഒരു 1 ടൈം ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും.
ഓക്കെ, എനിക്ക് വൺ ടൈം ആയിട്ടല്ല വേണ്ടത്, നിങ്ങൾ അല്ലാതെ തന്നെ അയക്കണം. മുഴുവനായിട്ട് കാര്യങ്ങൾ എനിക്ക് അയച്ചു തരണം. അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ അയച്ചു തരണം. ബുദ്ധിമുട്ടാണോ അയക്കാൻ വേണ്ടിയിട്ട്? അല്ലല്ല, അതൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. ഓക്കെ, ഇനി പ്രൈസിൻ്റെ കാര്യത്തിൽ എനിക്ക് പെർഫെക്റ്റായി ചെയ്താൽ മാത്രമേ ഞാൻ പേയ്മെൻറ്റ് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലും എനിക്കതിലൊരു ഇതും ഉണ്ടാകാൻ പാടില്ല. ഞാൻ തന്ന വർക്ക് കാര്യങ്ങൾ എനിക്ക് കറക്റ്റ് ആവണം, അല്ലെങ്കിൽ ഞാൻ പേയ്മെൻറ്റ് തരില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡീൽ ഓക്കെ ആണോ? അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താ ഇയാൾ ഉദ്ദേശിക്കുന്ന വർക്ക് ഏത് രീതിയിലാവണം, അതേപോലെ അതിന്റെ കളറ് കാര്യങ്ങള് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ ചിലർക്ക് ചില സോങ് വെച്ചിട്ട് തന്നെ വീഡിയോ വേണ്ടി വരും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓരോട് അങ്ങനത്തെ സോങ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ അങ്ങനെ ആകുമ്പോ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പരാതി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എനിക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഡെലിവറി ചെയ്യുന്ന ടൈമില് ഇപ്പം സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നിങ്ങൾ റീഫണ്ടായിട്ട് തരുമോ, അല്ലെങ്കിൽ അത് ആ പ്രോഡക്റ്റ് മാറ്റി തരുമോ? ഇല്ല റീഫണ്ട് ഉണ്ടാവില്ല. ഇല്ല അല്ലേ? അപ്പം എനിക്ക് വേറെ ഓപ്ഷൻ നോക്കേണ്ടി വരും. എന്ന് വെച്ചാൽ എന്നോട് നിങ്ങളെ ബാച്ചിലില്ല എന്നൊരു ഹന്ന എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് റീഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും റീഫണ്ട് തരൂല എന്ന് ഉറപ്പാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ എന്നാൽ വേറെ ആളെ നോക്കാം. ഓക്കെ, ഇങ്ങനെ ആൾക്കാർ നിങ്ങളെ ചൊറിയല്ലേ? അവ പല ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തുള്ളരുത്. ചില ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കോഴ്സസ് അല്ലെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ കൂടെ പോകാൻ വേണ്ടിയിട്ട് വരും. പക്ഷെ പ്രൊഡക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കിങ്ങനെ അവരെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ലെവലിൽ പോകരുത്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും നിങ്ങളെ വിളിക്കുന്ന ആൾക്ക് എപ്പോഴും സ്റ്റാൻഡായിട്ട് നിൽക്കുക. പിന്നെ നിഷാന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലത്തെ ഞാൻ ആദ്യം ഹലോ എന്ന് പറഞ്ഞ സമയത്ത് ഓക്കെ ക്രാഫ്റ്റിംഗ് ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അതേത് പറഞ്ഞു. പിന്നെ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കലി ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്ത് വർക്കാണ് വേണ്ടത്, എന്തായിരുന്നു നിങ്ങളുടെ റിക്വസ്റ്റ് എന്തായിരുന്നു എന്നുള്ള ലെവലിൽ സംസാരിക്കണം. ഇപ്പം ഞാൻ അങ്ങോട്ട് പറയില്ല ചെയ്തത്, അത് ഒന്ന് കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇപ്പം റീഫണ്ട് ഞാൻ നോക്കട്ടെ ആ ലെവലിലേക്കില്ല. എന്ന് വെച്ചാൽ ഇതായിട്ട് പറയാം ഞങ്ങളുടെ പോളിസി ഇതാണ്, ഞങ്ങൾക്കിപ്പം നിങ്ങൾക്ക് വർക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് തരാൻ പറ്റൂല, നിങ്ങൾക്ക് അത്രയും ഞങ്ങളുടെ ട്രസ്റ്റബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്നുള്ള ലെവലിൽ എന്ത് ചെയ്യണം, അവരെടുത്ത് സംസാരിക്കണം. മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യ്, ഹന്നനെ സാബിറെ വിളിച്ചിട്ടൊന്ന് സംസാരിച്ചാട്ടെ. ഇതിൽ തന്നെ ചോദിച്ചാൽ മതി. ഹന്നനോട് ചോദിക്കാം. നീ ഒരു കസ്റ്റമർ ആണ്, നിനക്കൊരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അത് ഹന്നയുടെ അടുത്ത് സംസാരിച്ചിട്ട് ഹന്നനോട് അതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. അപ്പം ഹന്ന എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഹന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ചോദിച്ചോ. ഓക്കെ, അപ്പൊ സാബർ ചോദിച്ചോ. അവിടെ ഇതിൽ തന്നെ ചോദിക്കണേ, നിങ്ങൾ വേറെ ഫോണിൽ ചോദിക്കുന്നു വേണ്ട. ഹലോ, യെസ്, ഹന്നയല്ലേ? അതെ, എനിക്കൊരു വർക്കിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കോണ്ടാക്ട് ചെയ്തേക്കണേ. എന്ത് വർക്ക് ചെയ്യാൻ? എനിക്കൊരു വെഡിങ്ങിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ എൻഗേജ്മെന്റിന് കൊടുക്കുന്ന ഹാമ്പേഴ്സൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, എന്ത് ടൈപ്പ്? ഇപ്പൊ പല ഹാമ്പേഴ്സും ഉണ്ട്. ട്രോളി ഹാമ്പേഴ്സ്, എനിക്കൊരു 2 ട്രോളി ഹാമ്പേഴ്സും പിന്നെ ഡ്രസ്സസ് വെക്കാനായിട്ടുള്ളതും ചെരുപ്പ് പിന്നെ ബൊക്ക അങ്ങനെ വെക്കാനുള്ളതാണ്. പിന്നെ ഒരു ഫോൺ ഉണ്ട്, ഫോൺ ഞാൻ എത്തിച്ചു തരാം. അപ്പോ
അത് ചെയ്തു തരാൻ പറ്റുമോ? അതെങ്ങനെയായിരിക്കും റേറ്റ് ഒക്കെ വരാ? റേറ്റ് ട്രോളി ഹാമ്പർ ആകുമ്പോ നിങ്ങൾക്ക് ബ്രാൻഡ് ഏതാ വേണം? അങ്ങനെ ഉണ്ട് അമേരിക്കൻ ടൂറിസ്റ്റ് പോലത്തെ അങ്ങനത്തെ. അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടൊന്നും വേണ്ട. ഒരു 2 ട്രോളി ബാഗ്, ട്രോളിയുടെ ഇത്, പിന്നെ അങ്ങനത്തെ വെച്ച് തന്നാ മതി. അതായത് ട്രോളിയിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. വലുത്, ചെറുത്. അതിന് ചെറുതല്ലേ മിനി ട്രോളി. മീഡിയമും മിനിയും മതി. അങ്ങനെ ആവുമ്പോ ഹാമ്പേഴ്സിന് മാത്രം ഒരു 3000 ഉള്ളിലോ. എനിക്ക് ഒരു 10,000 മേളിൽ പോകാൻ പാടില്ല. എന്റെ ബഡ്ജറ്റ് അത്ര ഉള്ള കയ്യില. അപ്പൊ അതെങ്ങനായിരിക്കും? നമ്മൾ അതിനുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോഴേ നമുക്ക് ഏകദേശം റേറ്റ് പറയുമ്പോ നിങ്ങൾ പറഞ്ഞതിപ്പോ ഒരു മീഡിയം ട്രോളി ഹാമ്പേഴ്സ്, പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ചെപ്പും ഒക്കെ വെക്കാനുള്ള ഹാമ്പറുകളൊക്കെ അല്ലേ? ഇതൊക്കെ ഞങ്ങൾ എത്തിച്ചു തരുമാണ്. അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ്. അങ്ങനെയാണെങ്കിലോ? ഒരു 3000 ചാർജ്. എന്തോ 3000 ചാർജ് തന്നെ വരും. ആ ചെയ്യുന്നതിന്റെ മാത്രമാണോ 3000? അതെ. വേറെന്തെങ്കിലും അറിയാണ്ടോ? എനിക്കിതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ എനിക്ക് ട്രോളി 2 വേണ്ടത്, പിന്നെ മറ്റേതൊക്കെയാണ് വേണ്ടത്. പക്ഷെ എനിക്ക് ബഡ്ജറ്റ് എത്ര പോകാനും പാടില്ല. സാധനങ്ങൾ അങ്ങോട്ട് എത്തിച്ചു തരുകയും വേണം. ഞാൻ എത്തിച്ചു തരാൻ ചെയ്യാം. അപ്പോ സാധനങ്ങൾ തന്നെ നിങ്ങളുടെ അതിക്ക് നടക്കാനുള്ളത് മാത്രമാണോ ഉദ്ദേശിച്ചത്? അപ്പൊ ട്രോളി അല്ലാതെ ഹാമ്പറുകളൊക്കെ ഞാൻ തന്നെ പർച്ചേസ് ചെയ്യണ്ടേ? ഹാമ്പറൊക്കെ തന്നെ പർച്ചേസ് ചെയ്യണം. പക്ഷെ എനിക്ക് ബാക്കിയുള്ള സാധനങ്ങൾ, ഡ്രസ്സ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ തന്നെ എത്തിക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇത് സാധനത്തിന് ഹാമ്പേഴ്സിന് തന്നെ ഒരുപാട് റേറ്റ് വരും. അതായത് അപ്പൊ ലേറ്റസ്റ്റ് ചെയ്തൊരു വർക്കിന് ഒരു ഖുറാന്റെ ഹാമ്പറിന് തന്നെ 800 വന്നിട്ടുണ്ട്. അപ്പൊ താങ്കൾ ഞാൻ പോയി നോക്കിയിട്ട് അതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളും താങ്കളോട് സംസാരിച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്താൽ പോരെ? ഓക്കെ. നിങ്ങളെ ബഡ്ജറ്റ് 10,000 അല്ലേ പറഞ്ഞ? ഇത് എനിക്ക് വേണ്ടിയല്ല, എന്റെ ഒരു കസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർ അത്രേ ബഡ്ജറ്റേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തന്നെ ഞാൻ കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാണ്. നമുക്ക് അതിന്റെ ഉള്ളിൽ ഒതുക്കാൻ പരമാവധി ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ വിളിക്കാട്ടോ. ഓക്കെ. നിശാന, ഈ വോയിസ് ആയിട്ട് എന്താ തോന്നുന്നത്? ഇവർ രണ്ടാളും സംസാരിച്ചതില് നീ ഒരു കസ്റ്റമർ ആണെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഡിസിഷൻ? എൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അഫ്ര, സാബിർ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഹന്ന റൈറ്റ് ആയിട്ടാണ് ആൻസർ ചെയ്തത്. ഓക്കെ, നെറ്റിന്റെ പ്രോബ്ലം ആയിക്കൊണ്ട് ക്ലിയർ അല്ല. ഓക്കെ, ഓൾമോസ്റ്റ് രണ്ടാൾക്കാർ ഇപ്പം സാബിർ ചോദിച്ച കാര്യങ്ങൾക്ക് അന്ന കറക്റ്റായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓക്കെ. ഇനി ഫെമിയും ഉണ്ട്, ഷാദിയും ഇല്ല ഇതിൽ. ഫെമി കേൾക്കുന്നുണ്ടോ? ഹലോ, ഷാദി കേൾക്കുന്നുണ്ടോടാ? രണ്ടാൾക്കാർ മിസ് ചെയ്യാം. ഓക്കെ. ഓക്കെ. സോ നിങ്ങൾ ഓരോരുത്തരും
കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മോഡിലാണ് അല്ലേ? എപ്പോഴും നിങ്ങൾ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പം പറഞ്ഞ പോലെ ഇപ്പം സാബറ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്, അതിന് മുകളിൽ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാബറ വേറൊരു കാര്യം ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രീവിയസ് വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വേറൊരു മറുപടി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ കണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളൊരാളടുത്ത് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം, ഓക്കെ നിങ്ങൾ എന്താണ് വരുന്നത്, ഇപ്പം ഓക്കെ കല്യാണമാണ്. ഹന്ന എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഹന്ന എന്തെങ്കിലും കല്യാണത്തിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്ത് പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? വെഡിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാബിറ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതിൻ്റെ എപ്പോഴാണ് കല്യാണം വരുന്നത്, എത്ര മണിക്കേക്കാണ് നിങ്ങൾ ഡെലിവറി ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കൺഫേം ആവാ, അല്ലെങ്കിൽ അവരൊരു ഇത് പറയുമ്പോഴല്ലേ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക. നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഹന്ന വിട്ടോയ ഒരു കാര്യം, നിങ്ങൾക്ക് എപ്പോഴേക്കാണ് ഈ വർക്ക് വേണ്ടത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന സമയത്തേക്കാണോ വേണ്ടത്, സപ്പോസ് നിങ്ങൾക്ക് അത് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി പേയ്മെൻറ്റിൻ്റെ കേസ് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹന്ന സാബിറ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? സാബിറ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല. ഹന്ന അതേപോലെ സാബിറോട് ചോദിച്ചിട്ടുണ്ടോ ഇവിടേക്കാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലായിരിക്കും നിങ്ങൾ സംസാരിക്കുക. പക്ഷേ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കുക. അവരെപ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അവരിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാമെന്നുള്ള ലെവലിൽ സംസാരിക്കാം. അങ്ങനെ ആയിരിക്കുമല്ലോ നിങ്ങൾ ചെയ്യാറ് പൊതുവേ. ചില ആൾക്കാരെ വിളിച്ചിട്ട് ഇന്ന് രാത്രി വിളിച്ചിട്ട് ചോദിക്കും നാളെ രാവിലത്തേക്ക് എനിക്കൊരു ഹാമ്പർ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എടുക്കുമല്ലോ? പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ എടുക്കാറുണ്ട്. പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ആര് ഡിമാൻഡ് ആണോ? നിങ്ങൾ ഡിമാൻഡഡ് ആവും. അപ്പം നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? പേയ്മെന്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ നമ്മുടെ ഒരു ബിസിനസ് ആവുന്ന സമയത്ത് നമ്മളെ അടുത്തേക്ക് വരുന്ന ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് പേയ്മെൻറ്റ് അധികമാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഓക്കെ എനിക്കിപ്പം ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇന്ന് വർക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാൾ ഒരിക്കലും നമ്മളൊരു ഫോൺ കോൾ വിളിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അവരൊരിക്കലും ഇനി വേറൊരു ഓപ്ഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇനി വേറൊരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻസ് ആദ്യത്തെ ഒരു 3 സ്ഥാനത്തിൽ നമ്മളെ പേരെത്തണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കസ്റ്റമറെ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടും, അവരോട് തിരിച്ച് നമുക്കൊരു നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടും. നിങ്ങൾ ഇതുവരെ ആയിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടോ? ചില ആൾക്കാർ നിങ്ങളോട് ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ടോ, അല്ലാതെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കാറുണ്ട്. ഓക്കെ, നല്ല കാര്യം. നിങ്ങളത് ഫോളോ ചെയ്യുന്നതിൽ വലിയ സന്തോഷമാണ്. കാരണം അതെല്ലാ ആൾക്കാരും ചെയ്യാറില്ല. അപ്പം നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ട്, മാഷാഅല്ലാ, നല്ലത്. ഇനി ഒരാളിപ്പം നിങ്ങളുടെ അടുത്തൊരു നെഗറ്റീവ് വന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യുക? അതേപോലത്തെ ഒരു വർക്ക് കിട്ടുമ്പോ ഒന്നും കൂടി നന്നാക്കാൻ നോക്കും. ഓക്കെ, അതേപോലെ ഒരു നല്ലൊരു ഇത് വരുന്ന സമയത്ത് നന്നാക്കാൻ നോക്കൂ. ഓക്കെ, അങ്ങനെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം അവർക്ക് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അവർക്ക് എക്സ്ട്രാ.
മനസ്സിലായില്ല സഹകരിച്ച്. ഇപ്പം ഒരു മിനിറ്റ് എടാ, ജസ്റ്റ് ഒന്ന് ഉള്ളതാണ്. ഇപ്പം സപ്പോസ് നിങ്ങൾ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് ബാഡ് റിവ്യൂ ഇട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് നിങ്ങൾ ഇനി അപ്കമ്മിങ് ആയിട്ട് അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇപ്പോൾ ബാഡ് റിവ്യൂ ഇട്ട ഒരാൾ നമുക്ക് വേറെ ഒരാളെ സജസ്റ്റ് ചെയ്യില്ലയോ? സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അവർ ഈ ഒരു ഇതിനെങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമിലാണ് പറയണെങ്കിൽ നമ്മൾ റീവർക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് അല്ലാതെ ഒക്കെ കഴിഞ്ഞിട്ട് പറയണെങ്കിൽ അവിടെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഓക്കെ 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 സോ അതിനും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു ക്ലാസ്സിലാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. എന്ത് ചെയ്യാം, ഇന്ന് ഞാൻ ഒരു എൻഡിങ് ആയി വൈൻഡപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഇതിലാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചത്. മനസ്സിലായോ? ഓക്കെ എടാ, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇല്ല. ഒരു മിനിറ്റെടാ. അഥവാ ഞാനിപ്പോൾ പറഞ്ഞ സാധനമില്ലേ, എങ്ങനെ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇത് നമ്മൾ കണ്ടുപിടിച്ചില്ല, അല്ലെങ്കിൽ നമുക്കതിനെങ്ങനെ സൊല്യൂഷൻ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു സാധനമല്ലേ നമ്മൾ പറഞ്ഞു വെച്ചത്. അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നാളത്തേക്ക് തിങ്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് എങ്ങനെ നമുക്കത് സോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പം നാളത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ഒന്നുകൂടെ ഞാൻ പറയാണ്, മറക്കരുത്, ഇന്നത്തെ പറഞ്ഞതിൽ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തും കൂടി കോൺട്രിബ്യൂഷൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇതിനെ എൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, എന്തെങ്കിലും ഇന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടോ? എന്തൊക്കെയാ നാളത്തേക്ക് ചെയ്യാനുള്ളത്? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് എങ്ങനെ ഗ്രോ ചെയ്യാമെന്നുള്ളൊരു കാര്യങ്ങൾ എഴുതിയിട്ട് വരിക. പിന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളുടെ ലോഗോ ഒന്നും കൂടി നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ശരി.